വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാനെ 8-ാം തീയതി വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഉമ്മുമ്മ സൽമ ബീവിയെ കൊന്ന കേസിലാണ് പാങ്ങോട് പോലീസ് അഫാനെ കസ്റ്റഡിയിൽ വാങ്ങിയത്. ജിബിൻ ജെബി വിവരങ്ങളുമായിട്ട്. ജിബിൻ, പോലീസിന്റെ നടപടി ഈ കേസുമായി ബന്ധപ്പെട്ട് പാങ്ങോട് പോലീസിന്റെ നടപടിയിലേക്ക് കടക്കുന്നു. എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി? അടുത്ത മറ്റു കേസുകളിൽ മറ്റു പോലീസ് സ്റ്റേഷനുകളിലേക്കൊക്കെ എപ്പോഴാണ് അഫാനെ കസ്റ്റഡിയിൽ നൽകുക? ഏകദേശം 11:45 കൂടിയാണ് അഫാനെ നെടുമങ്ങാട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. അഫാനെ കൊണ്ടുവരുന്ന സമയത്ത് വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം തന്നെ അവിടെ ഉണ്ടായിരുന്നു. കാരണം സുരക്ഷാ പ്രശ്നങ്ങൾ കൂടി സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹമാണ് കോടതിയുടെ പരിസരത്തുണ്ടായിരുന്നത്. അഫാനെ കോടതിയിൽ ഹാജരാക്കി നിമിഷ നേരം കൊണ്ട് തന്നെ കോടതി പോലീസ് ആവശ്യപ്പെട്ടതുപോലെ തന്നെ പാങ്ങോട് പോലീസ് ആവശ്യപ്പെട്ടതുപോലെ 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിടുകയായിരുന്നു. ഈ മാസം 8-ാം തീയതി വരെ അഫാൻ പാങ്ങോട് പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കും. ഇപ്പോൾ അഫാനെ നേരെ ഇവിടെ നിന്ന് മെഡിക്കൽ പരിശോധനയ്ക്ക് നെടുമങ്ങാട് ആശുപത്രിയിലേക്കും പിന്നീട് പാങ്ങോട് പോലീസ് സ്റ്റേഷനിലേക്കാകും കൊണ്ടുപോവുക. അവിടെ വെച്ചായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യലെന്ന് നടക്കുക. ഇതിന് പിന്നാലെ നാളെയോട് കൂടിയായിരിക്കും അഫാനെ ഈ സംഭവ സ്ഥലത്ത് കൊണ്ടുചെന്നുകൊണ്ടുള്ള തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക. ആദ്യഘട്ടത്തിൽ ഇപ്പോൾ പാങ്ങോട് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുന്നത് അഫാന്റെ ഉമ്മയായിട്ടുള്ള സൽമ ബീവിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള കേസിലാണ് കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുന്നത്. ഈ ഒരു കേസിലാണ് ഇപ്പോൾ 3 ദിവസം 8-ാം തീയതി വരെയുള്ള കസ്റ്റഡി അപേക്ഷയ്ക്ക് കോടതി നൽകിയിരിക്കുന്ന പാങ്ങോട് പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് അഫാനെ വിട്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സൽമ ബീവിയുടെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കിയതിനു ശേഷം സൽമ ബീവിയെ കൊലപ്പെടുത്താനായി ഉപയോഗിച്ച ആയുധം, അതായത് ചുറ്റികല്ല് വാങ്ങിയിരിക്കുന്നത് വെഞ്ഞാറമൂട് നിന്നാണ്. ആ കടയിലേക്ക് ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് അഫാന് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. പിന്നീട് ഈ ഒരു കൊലപാതകം പൂർത്തിയാക്കിയതിനു ശേഷം അഫാൻ സമീപത്തുള്ള ബാറിൽ ചെന്ന് മദ്യപിച്ചു എന്നുള്ള ഒരു കാര്യം കൂടി പോലീസിന് മൊഴിയെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് കൂടി കൊണ്ടുചെന്നുള്ള ഒരു മൊഴിയെടുപ്പ്. എന്തായാലും ഈ കൊലപാതകങ്ങൾ 5 ആണ്, കേസ് 3 ആണെങ്കിൽ പോലും എല്ലാ കേസുകൾക്കും ആധാരമായിരിക്കുന്ന ഒരേ സംഭവമാണ്, ഒരേ പ്രതി തന്നെയാണ്, ഒരേ ആയുധം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാവരെയും കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെയോടുകൂടി തന്നെ ഈ ഒരു പോലീസിന്റെ കസ്റ്റഡിയിലുള്ള 3 ദിവസം കൊണ്ട് തന്നെ വ്യക്തമായ വിവരങ്ങൾ അഫാന്റെ കൈവശത്ത് നിന്ന് ശേഖരിക്കാനുള്ള ഒരു പുറപ്പാടിലാണ് പോലീസ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വിശദമായ ചോദ്യം ചെയ്യൽ പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇതിന് പിന്നാലെ ആയിരിക്കും മറ്റ് കേസുകൾ കൂടി ചോദ്യം ചെയ്യലിന് വേണ്ടി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകുക. ശരി, ജിബിൻ ജെബിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. അഫാനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കും.